ജനപ്രിയ തെരുവു ഭക്ഷണത്തിന് ആമുഖം ആവശ്യമില്ല. പുളിയും എരിവും പുതിന രുചിയുള്ള വെള്ളത്തിൽ മുക്കിയ ഉരുളക്കിഴങ്ങ്, ഉള്ളി, കടല, മല്ലിച്ചട്നി എന്നിവ നിറച്ച ക്രിസ്പി പൂരി എളുപ്പത്തിൽ ഒരാളുടെ വായിൽ നിറയുകയും സ്വർഗയാത്രയിൽ രുചിമുകളങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഗോൾഗപ്പ, പുച്ക, പക്കോടി, പാനിപൂരി എന്നിങ്ങനെ ഇന്ത്യയിലുടനീളം അറിയപ്പെടുന്ന ഒരു ജനപ്രിയ തെരുവ് ലഘുഭക്ഷണം എന്നതിൽ അതിശയിക്കാനില്ല. ഉത്തരേന്ത്യൻ തെരുവുകളിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഭക്ഷണ വിഭവമാണ് പാനിപൂരി. കേരളത്തിലും ഇപ്പോൾ വ്യാപകമാണ് പാനിപൂരി. എന്നാൽ ഇഷ്ടവിഭവം കാണുമ്പോൾ ഒന്നും നോക്കാതെ കണ്ണുമടച്ച് അകത്താക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഡൽഹി എയിംസിലെ DM ന്യൂറോളജിയിലെ MD മെഡിസിൻ ജനറൽ ഫിസിഷ്യനും ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ പ്രിയങ്ക സെഹ്റാവത്ത് പറയുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന പാനിപൂരിയാണെങ്കിൽ മാരകമായ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു. ശുചിത്വമില്ലാത്ത കടകളിൽ നിന്നും ഗോൽപ്പ കഴിക്കുന്നത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തെരുവോരങ്ങളിലും മറ്റും വിൽക്കുന്ന പാനിപൂരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കില്ല. പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വൈറസുകളും ബാക്ടീരിയകളും അടങ്ങിയിരിക്കും. ഹെപ്പറ്റൈറ്റിസ് A പോലുള്ള വൈറസുകൾ മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് പകരുന്നത്. ഇത് കുടലിനെ ബാധിക്കുകയും മഞ്ഞപ്പിത്തത്തിന് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് ഡോക്ടർ പ്രിയങ്ക വിശദീകരിക്കുന്നു. കുട്ടികളിൽ ഈ വൈറസ് ഗുരുതരമായ കരൾ രോഗത്തിലേക്കും മഞ്ഞപ്പിത്തം എന്നിവയിലേക്കും നയിച്ചേക്കാം. തെരുവ് കച്ചവടക്കാർ വിൽക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർ സെഹ്റാവത്ത് ഉപദേശിക്കുന്നു. സ്ട്രീറ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം മലിനമായ വെള്ളം കൊണ്ടായിരിക്കും അത് ഉണ്ടാക്കുന്നത്. പനി, കണ്ണുകൾക്ക് മഞ്ഞനിറം, മൂത്രത്തിന് മഞ്ഞനിറം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കണം. അതുകൊണ്ടാണ് ഗോൽപ്പ കഴിക്കുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കണമെന്ന് എപ്പോഴും പറയുന്നത്. ഡോക്ടർ പറയുന്നു. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിലോ കൂട്ടുകാരോ ബന്ധുക്കളുമായുള്ള ഒത്തുചേരലിലോ രുചിയുടെ പേരിൽ ശുചിത്വത്തിലും ഭക്ഷ്യസുരക്ഷയിലും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുതെന്നും അവർ ഓർമ്മപ്പെടുത്തുന്നു.